ശ്രീമദ് ഭാഗവതം ക്ലാസ് 57. നമ്മളിന്ന് സ്കന്ധം 3 അധ്യായം 28 നോക്കുന്നത്. അത് സബീജ യോഗ ലക്ഷണമാണ്. ബ്രഹ്മസാക്ഷാത്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിലും പറയുന്നത്. ഇത് കുറച്ച് യോഗയിലൂടെയെല്ലാം നേടേണ്ട ഒരു ബ്രഹ്മസാക്ഷാത്കാരം നേടാനുള്ള ഒരു വഴിയാണ്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഒന്നില് ശ്രീ ഭഗവാൻ കപിലൻ പറയുകയാണ്, ഇനി ആലംബത്തോടു കൂടിയ യോഗത്തിൻ്റെ സ്വരൂപം പറയാം. അതിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി സത്യമാർഗത്തെ പ്രാപിക്കാം. ഇത് യോഗമാർഗത്തെ അവലംബിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന വഴിയാണ്. അപ്പം അത് ചെയ്യേണ്ടത് സമാധിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരാളെ സമാധിയിലൂടെ എത്തണ്ടെങ്കിൽ ഉള്ള വഴികളാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. ആദ്യം യോഗയിലൂടെയാണ്. ഇപ്പോൾ അഷ്ടാംഗ യോഗം എന്നല്ല പറയുന്നതിൻ്റെ വേറെ രൂപത്തിലുള്ളതാണ് ഇവിടെ പറയുന്നത്. ശക്തിക്കനുസരിച്ച് സ്വധർമ്മം അനുഷ്ഠിക്കുക. അപ്പം നമ്മൾ ആദ്യം പെട്ടെന്ന് കയറിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റുമല്ലോ. അപ്പം നമ്മളെ ജനിപ്പിച്ചത് എന്തിനാണ്? ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് സ്വധർമ്മം. ആ ധർമ്മം നമ്മൾ ചെയ്തു തീർക്കണം. നമ്മൾ എന്തിനാണോ ജനിച്ചത് ആ കർമ്മം നമ്മൾ ചെയ്തു തീർക്കുക. നമുക്ക് കഴിയുന്ന അനുസരിച്ച്, നമുക്ക് കഴിയുന്ന മാതിരിയല്ലേ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് പറ്റുന്ന ജോലിയെ നമുക്ക് തരുവുള്ളൂ. അതിന് വേണ്ടിയാണ് സൃഷ്ടിക്കുന്നത്. അതിനുള്ള അവയവങ്ങളെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്വധർമ്മം അനുഷ്ഠിക്കുക. പരധർമ്മത്തിൽ നിന്നും വിട്ടകന്ന് നിൽക്കുക. മറ്റുള്ളവരുടെ ജോലിയിലൊന്നും കയറിയിട്ട് താല്പര്യം എടുത്തിട്ട് അതിൻ്റെ പിന്നാലെ ഒന്നും നടക്കരുത്. നമ്മൾ ചെയ്യേണ്ട ജോലി, ഇപ്പം പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാൾ മറ്റുള്ള ജോലി എല്ലാം എനിക്ക് വേണം, എല്ലാ അധികാരവും എനിക്ക് വേണം, എല്ലാ അധികാരങ്ങളും സ്വന്തമാക്കി വെക്കുക. ഇപ്പം ഭരണത്തിലെ മന്ത്രിമാർക്കും എല്ലാം ഇതെല്ലാം ഉണ്ടാവും. മറ്റുള്ള വകുപ്പിൽ കയറി കൈയിടാനുള്ള താല്പര്യം, അതൊന്നും പാടില്ല. ഓരോ ആർക്കും വിധിച്ച ഓരോ കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്യുക, അല്ലാതെ പരധർമ്മം ചെയ്യാതിരിക്കുക. ഇതിനെല്ലാം വേറെ വ്യാഖ്യാനിച്ചിട്ട് ചിലപ്പം ജാതി, ഇന്ന കർമ്മം ചെയ്യുന്നവൻ മറ്റേ കർമ്മം ചെയ്യരുത്, അത്തരത്തിലെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട്. ജാതി മതങ്ങളെല്ലാം വെച്ചത് അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്തുകൊണ്ട് പോവുക. മറ്റുള്ള കർമ്മത്തെപ്പറ്റി ബാക്കി ആരും എന്ത് ചെയ്യുന്നു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു പോവുക. കിട്ടിയതിൽ സന്തോഷിക്കുക. ഇതെല്ലാം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്കെന്താണോ കിട്ടിയത് അത് മതി. ആത്മജ്ഞാനിയുടെ പാദപൂജ ചെയ്യുക. ആത്മജ്ഞാനികളുടെ ആത്മീയ കാര്യങ്ങളിൽ അറിവുള്ള ആൾക്കാരെ ആയിട്ട് ചേർന്ന് നടക്കുക. അവരിലൂടെ നമുക്കെന്ത് പറ്റും? അതിനുള്ള അവസരങ്ങൾ, മനസ്സിനെ അതിലേക്ക് തിരിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. ആത്മീയ കാര്യമെല്ലാം സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നടക്കും. ഇതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്ന നമുക്കുള്ള വഴി. അല്ലാതെ ഒറ്റ അടിക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റില്ല. ഇതിൻ്റെ 3 അപ്രകാരം 3 തരം ധർമ്മങ്ങളിൽ നിന്നും മോക്ഷധർമ്മത്തിൽ നിവൃത്തി നേടുക. 3 തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട് നമുക്ക്. 3 തരത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങളിൽ നിന്നും മോക്ഷം നേടുക, മോക്ഷധർമ്മത്തിലുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മളെ കർമ്മങ്ങൾ, പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക. നമുക്ക് വിധിച്ച കർമ്മങ്ങൾ ചെയ്തു തീർക്കുക. അതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ക്രമത്തിലും മോക്ഷമാർഗത്തിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക. നമ്മുടെ ലക്ഷ്യം കർമ്മം ചെയ്യലല്ല. അപ്പം അതിലേക്കൊന്നും കടക്കണ്ട. എന്താണോ നമുക്ക് ചെയ്യാനുള്ള കർമ്മം അത് ചെയ്തു തീർത്തേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ മോക്ഷം നേടാനുള്ള വഴികളും ചിന്തിച്ചു പോകുക. നമ്മളെ ലക്ഷ്യം മോക്ഷത്തിലേക്ക് പോകാനാണ്. ഇത് ഭൗതികവാദികളാണെങ്കിൽ നമ്മളെ കർമ്മവും ചെയ്ത് മുന്നോട്ടേക്ക് പോകും. പക്ഷേ ആത്മീയത്തിലേക്ക് പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവർ ക്രമത്തിൽ മോക്ഷമാർഗത്തെ പറ്റി താല്പര്യം കാണിച്ചു തുടങ്ങുക. മിതമായ ഭക്ഷണം കഴിക്കുക. ഭക്ഷണമെല്ലാം കുറേ നിയന്ത്രിക്കുക, വളരെ കുറച്ച്. അതിലുള്ള താല്പര്യമെല്ലാം ക്രമത്തിൽ വിടണം.
ശുദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മതി. ശുദ്ധമായതും മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എപ്പോഴും ഏകാന്തമായ ഒരിടത്തിരിക്കുക. ബാക്കി ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തെല്ലാം എവിടേക്കും ഏകാന്തമായിട്ട് ഒരിടത്ത് ചെലവഴിക്കുക. ആളുകളായിട്ട് കൂട്ടുകൂടുന്നതെല്ലാം ഒഴിവാക്കുക. കാരണം നമുക്ക് ക്രമത്തിൽ ഇതെല്ലാം വിട്ടുപോകണം. ബന്ധുക്കളെ എല്ലാം വിട്ടുപോകണം. അപ്പോൾ ഏതെങ്കിലും ഒരു മൂലക്ക് ഒരു മുറിയിൽ ഏകാന്തമായിട്ട് നമ്മൾ ചെലവാക്കുക. നാലില് ഹിംസശീലം ഇല്ലാതിരിക്കുക. ഹിംസിക്കുന്ന സ്വഭാവങ്ങൾ ഇല്ലാതാക്കുക. സത്യസന്ധത ഉണ്ടാക്കുക. പിന്നെയോ അത്യാവശ്യം വേണ്ടത് മാത്രം സ്വീകരിക്കുക. നമുക്കെന്തെങ്കിലും അത്യാവശ്യം വേണ്ടത് മാത്രം എടുക്കുക. ആവശ്യം കൂടുതലൊന്നും സൂക്ഷിച്ചു വെക്കാനൊന്നും എടുക്കരുത്. അതേപോലെയൊക്കെ വല്ലവന്റെ അപഹരിക്കാനുള്ള ടെൻഡൻസി അതെല്ലാം ഒന്ന് ഒഴിവാക്കണം. ബ്രഹ്മചര്യ വ്രതം, ബ്രഹ്മത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. തപസ്, മനസ്സ് അതിനേക്ക് ഉറപ്പിച്ചു നിർത്തുക. ബാഹ്യ ആന്തര ശുദ്ധി, പുറമും അകവും എല്ലാം ശുദ്ധിയാക്കുക. ആദ്യം ഇതെല്ലാം വേണം. നമ്മൾ കുളിച്ച് ശുചിയായിരിക്കുക. മനസ്സ് ശുദ്ധമാക്കുക. വേദമധ്യയനം, വേദമെല്ലാം പഠിക്കുക. ആദ്യകാലത്ത് ഇത് സാധാരണക്കാരനാണ് പറയുന്നത്. ഇപ്പോൾ ഇതാ കപിലൻ ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഭൗതികവാദിയായ അമ്മക്കാണ്. അപ്പോൾ ആദ്യം ഇതല്ലേ വരും. കുറച്ച് വേദങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. ഈശ്വരാരാധനയെല്ലാം നല്ലത് തന്നെ. ഇനി 5 സുഖാസനത്തിൽ ഇരിക്കുക. ഏതെങ്കിലും ഒരു നല്ല ആസനം കണ്ടെത്താൻ പല ആസനങ്ങളുണ്ട്. ഇരിക്കാൻ പറ്റുന്ന ഒരു ആസനം, നമുക്ക് സുഖം തോന്നുന്ന ഒരു ആസനം കണ്ടെത്തുക. എന്നിട്ട് നിവർന്നിരുന്നിട്ട് സാവകാശം പ്രാണായാമം ചെയ്യുക. അപ്പോൾ ഒരു ആസനം കണ്ടെത്തിയിട്ട് എപ്പോൾ ആസനത്തിൽ അങ്ങനെ ഏകാന്തമായി ഇരിക്കാൻ പഠിക്കുക. പിന്നെ മെല്ലനെ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്യുക. ശ്വാസവിശ്വാസങ്ങളിലെല്ലാം നിയന്ത്രിക്കാൻ, ശ്വാസം എടുക്കുന്നതിനും വിടുന്നതിനും എല്ലാം നിയന്ത്രിക്കാൻ പഠിക്കുക. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തിലേക്ക് വലിക്കുക. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെല്ലാം എപ്പോഴും ഹൃദയത്തിലേക്കായിട്ട് കേന്ദ്രീകരിക്കണം. അതായത് ഇന്ദ്രിയങ്ങളൊന്നും കണ്ണ് കാണുന്നതും കേൾക്കുന്നതൊന്നും താല്പര്യമില്ലാതെ, ഒന്നും കേൾക്കാൻ താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ല, മണക്കാൻ താല്പര്യമില്ല, രുചിക്കാനോ തൊടാനോ ഒന്നും താല്പര്യമില്ലാതെ മനസ്സിനെ ഹൃദയത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക. എന്നിട്ട് 6 പറയുന്നു, പ്രാണന്റെ സ്ഥാനമായ മൂലാധാരങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ, നമുക്ക് മൂലാധാരങ്ങളുണ്ട്, ചക്രങ്ങളുണ്ട്. അത് വല്ല യോഗികളോടെല്ലാം ചോദിച്ചാൽ എവിടെയാണെന്ന് ഏകദേശം പറഞ്ഞു തരും. ഒന്നുമിലേക്ക് മൂലാധാരം എന്ന് പറയുന്നത് നമ്മളെ ഇരിക്കുന്ന കുണ്ടലിനിയുടെ അറ്റത്താണ്. അവിടെ ആയാലും മതി. മൂലാധാരാദികളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട് പ്രാണനെ അങ്ങോട്ടേക്ക് വലിക്കുക. പ്രാണനെ അങ്ങോട്ട് വലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആസനത്തിലാണ് ഇരുന്നിരിക്കുന്നത്. എന്നിട്ട് ശ്വാസം വലിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ശ്വാസം എടുക്കുന്നതായി സങ്കല്പിക്കുക മനസ്സിന്. ഇപ്പം ശ്വാസം എടുക്കുകയാണ്, എൻ്റെ മൂലാധാരത്തിലേക്ക് ശ്വാസം പോവുകയാണ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് അപ്പോൾ ഭഗവാന്റെ ലീലകളോടുകൂടി ധ്യാനിക്കുക. ആ സമയത്ത് ഭഗവാനെയും ചിന്തിക്കും. മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ശ്വാസത്തെ വലിച്ച് അവിടത്തേക്ക് കൊണ്ടുപോവുക. കാരണം ഈ മൂലാധാരങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ പലതരം വിചാരങ്ങളെല്ലാം കേന്ദ്രങ്ങൾ അവിടെയാണ്. ഈ ചക്രങ്ങളിൽ ഓരോ ചക്രത്തിനും മനുഷ്യൻ്റെ ഓരോ തരം കാര്യങ്ങളെ, ഉദാഹരണമായിട്ട് ദഹനത്തിൻ്റെ ഉണ്ട്, ലൈംഗികതയുടെ ഉണ്ട്, ഹൃദയമാകുമ്പോൾ വിചാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ഇങ്ങനെയെല്ലാമുള്ള കേന്ദ്രങ്ങളാണ്. അപ്പം അതിലൂടെയാണ് ഭഗവാൻ ലീലകൾ ആടുന്നത്, നമ്മളെ കൊണ്ട് ലീലകൾ ആടിപ്പിക്കുന്നത്. അപ്പം ആ കേന്ദ്രങ്ങൾ ഏതെങ്കിലും ഒന്നിൽ
മനസ്സിനെ ഏകീകരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ലീലാ കേന്ദ്രങ്ങളിൽ ഏകീകരിച്ചുകൊണ്ട് പ്രാണനെ അതിലേക്ക് എടുക്കുക. ശ്വാസം വലിക്കുമ്പോൾ അവിടെ പോകുന്നത് മാതിരി ചിന്തിക്കുക. എന്നിട്ട് 7 പറയാണ്, ഇതല്ലാതെ വേറെ മറ്റ് വഴികളിലും അസാൻമാർഗികമായി ചലിക്കുന്ന ദുഷിഷ്ട മനസ്സിനെ പ്രാണനോടുകൂടി ആത്മാവിൽ ചേർത്തുകൊള്ളുക. അപ്പം ഇങ്ങനെ അവിടെ തന്നെ ചിന്തിക്കണം എന്നൊന്നുമില്ല. നമ്മളെ ദുഷിച്ച മനസ്സിന് എന്ത് ചെയ്യുകയാണ്? ഏതോ ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, പ്രാണനെ നമ്മൾ അതിലേക്ക് വലിക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു അവയവത്തിലേക്ക് പ്രാണനെ വലിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മനസ്സും അപ്പോൾ അവിടത്തേക്കാണ് കേന്ദ്രീകരിക്കുക. അപ്പം വേറെ ദുഷ്ചിന്തകളിൽ നിന്നെല്ലാം മനസ്സങ്ങ് മാറിപ്പോകും. ഇതിൽ 8 പറയുന്നു, ശുദ്ധമായ സ്ഥലത്ത് കുശപ്പുല്ല് വിരിച്ചിട്ട് ആസനമുണ്ടാക്കുക. ഒരു നിരപ്പായ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, നിരപ്പായ സ്ഥലത്ത് കുശപ്പുല്ല് വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുക. സ്വസ്തികാസനത്തിലിരിക്കുക. സ്വസ്തികാസനം എന്താണെന്നല്ല നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇരുന്നിട്ട് നിവർന്നിരുന്നിട്ട് പ്രാണായാമം ചെയ്യണം. നിവർന്നിരുന്നിട്ട് ആസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്യുക. എന്നിട്ട് 9 പറയുന്നു, പൂരകം, കുംഭകം, രേചകം എന്നിവയാൽ പ്രാണവായുവിൻ്റെ മാർഗം ശുദ്ധമാക്കണം. അതായത് ശ്വാസം എടുക്കുന്നത് പൂരകം, കുംഭകം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം പിടിച്ചു വെക്കും, രേചകം എന്ന് പറയുന്നത് പുറത്തേക്ക് വിടും. അപ്പോൾ ശ്വാസത്തെ എടുക്കുന്നതും പിടിച്ചു വെക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒരു റേഷ്യോയിലായിരിക്കണം. നമ്മളെ കൺട്രോളിലായിരിക്കണം ശ്വാസം. ഇപ്പം നമ്മൾ ഒരു 10 എണ്ണുന്നത് വരെ ശ്വാസത്തെ എടുക്കുകയാണെങ്കിൽ 10 എണ്ണുന്നത് വരെ ശ്വാസത്തെ പിടിച്ചു വെക്കണം. മെല്ലനെ ശ്വാസം വലിക്കുക 10 എണ്ണുന്നത് വരെ, അല്ലെങ്കിൽ 5 എണ്ണുന്നത് വരെ, 2 എണ്ണുന്നത് വരെ. അത് നമ്മൾ എങ്ങനെയാകാം. പക്ഷേ ഇവിടെ റേഷ്യോ പറയാൻ വേണ്ടിയാണ്. 10 എടുക്കുകയാണെങ്കിൽ 10 എണ്ണുന്നത് വരെ ശ്വാസം ഇങ്ങനെ പിടിച്ചു വെക്കണം. എന്നിട്ട് അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് 20 എണ്ണുന്നത് വരെ ശ്വാസം മെല്ലനെ വിടണം, മുഴുവൻ വിടണം. ഇങ്ങനെ ശ്വാസത്തെ നിയന്ത്രിക്കുക. അപ്പം മനസ്സ് സ്ഥിരവും ചലിക്കാത്തതുമായിരിക്കണം. മനസ്സിനെ ശരീരമൊന്നും ചലിപ്പിക്കരുത്. എന്നിട്ട് 10 പറയുകയാണ്, വായുവിനാലും അഗ്നിയാലും സ്വർണത്തെ എങ്ങനെയാണോ ശുദ്ധമാക്കിയെടുക്കുന്നത്, വായുവിനാലും അഗ്നിയാലും, അതായത് ഉരുക്കിയിട്ട് വായുവിലോട്ടെല്ലാകുമ്പോഴാണ് അതിൻ്റെ മാറ്റിയെടുക്കുന്നത്, ശുദ്ധമാക്കിയെടുക്കുന്നത്. അതുപോലെ ഈ ശ്വാസ നിയന്ത്രണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ യോഗിയുടെ മനസ്സ് നിശ്ചലമാകും. മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് 11 പറയുന്നു, പ്രാണായാദികൾ ഇത്തരം പ്രാണാശ്വാസക്രിയകളുടെ പ്രാണായാമങ്ങളിലൂടെ വാത കഫ രോഗങ്ങളെല്ലാം ഇല്ലാതാകും. നമ്മുടെ ശരീരത്തിലെ വാത കവാദി രോഗങ്ങളെല്ലാം ഇല്ലാതാകും. നമ്മുടെ ശരീരം ഉറച്ചതെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറ്റുകയുള്ളൂ. അതുകൊണ്ട് രോഗങ്ങളെ ആദ്യം ശരീരത്തിലെ രോഗങ്ങളെ മാറ്റത്തിനാണ് ആസനങ്ങൾ. മനസ്സിനെ ഒരിക്കലും കേന്ദ്രീകരിച്ചിരിക്കുക. എവിടെയെങ്കിലും ചോദിച്ചാലും ശരീരത്തിൽ വേദനയെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സ് അവിടത്തേക്ക് പോകും. പിന്നെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ആദ്യം ശരീരം സ്റ്റഡിയാക്കി ഒരാസനം ശീലിച്ച് യോഗയെല്ലാം ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ പ്രാണായാമങ്ങളെ കൊണ്ട് വാതകഫാദി ദോഷങ്ങൾ ഇല്ലാതാകും. ധാരണ കൊണ്ട് പാപപരിഹാരമുണ്ടാകും. ധ്യാനം കൊണ്ട് വിഷയദുഃഖം ഇല്ലാതാകും. ഈശ്വരചിന്ത കൊണ്ട് രാഗാദി ദേശങ്ങളെല്ലാം ദഹിപ്പിക്കുക. അപ്പം ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുക. പിന്നെ 12 രജോ ഗുണം വിട്ട്, രജോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനുള്ള താല്പര്യം, ഒരു ബലം പ്രയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിനാണ് രജോ ഗുണം എന്ന് പറയുന്നത്.
എന്തെങ്കിലും ചെയ്യാനുള്ള താല്പര്യം, ആ ഗുണം ഉപേക്ഷിക്കുക. ചെയ്യാനുള്ള എന്തെങ്കിലും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള തോന്നുന്നു ഞാൻ നിർത്തുക. അപ്പൊ രജോ ഗുണം തീർന്നു. നിർമ്മലമായ മനസ്സിൽ അഭ്യസനം ഏകാഗ്ര മനസ്സോടെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് യോഗാസനം ചെയ്യേണ്ടത്. രജോ ഗുണം ഇനിയൊന്നും ചെയ്യാനുള്ള മനസ്സ് ആഗ്രഹം ഇനിയൊന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ വേണം ആസനത്തിനിരിക്കാൻ. മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം എടുത്തതിൻ്റെ ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കണ്ണ് കൂട്ടിയിട്ട് നമ്മളെ കണ്ണ് കൂട്ടിയിട്ട് മൂക്കിൻ്റെ അറ്റത്ത് കേന്ദ്രീകരിക്കണം. നോക്കിക്കൊണ്ടും അങ്ങനെ ഇരിക്കാം. പക്ഷെ നല്ലത് കണ്ണും അടച്ചിട്ട് ഭാവനയിൽ ആ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കുന്നത് മാതിരി സങ്കല്പിക്കുക. മനസ്സിനെ ഒന്നിലേക്ക് കേന്ദ്രീകരിപ്പിക്കുക. നമ്മളെ ബാഹ്യ ലോകത്തിലുള്ള ചിന്ത വിടാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അപ്പോൾ പിന്നെ ഈ ലോകമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ഇത് വെറുതെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയെല്ലാം ചെയ്താലേ സമാധിയിലെത്തുകയുള്ളൂ. അല്ലാതെ ഒരു ദിവസം എണീറ്റ് പോയിട്ട് സമാധി എന്ന് പറയുന്ന പരിപാടിയൊന്നും നടക്കില്ല. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്നിട്ട് ഭഗവാന്റെ രൂപം ധ്യാനിക്കുക. ഇനി ഭഗവാന്റെ ഒരു രൂപം ഇങ്ങനെ വിവരിച്ചു തരികയാണ്. ആ രൂപത്തെ തല മുതൽ കാല് വരെ ധ്യാനിക്കാൻ പറയുകയാണ്. ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഭഗവാൻ ഇപ്പോൾ ഒരു കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു രൂപം ഭംഗിയായിട്ട് വിവരിച്ച് നമുക്ക് പടങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഓർക്കാൻ നല്ല സുഖമാണ്. ഇത് വേണമെന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ഏതെങ്കിലും ഒരു രൂപത്തിൽ. ഇപ്പം നമ്മുടെ തോട്ടത്തിൽ നമുക്കൊരു തോട്ടം ഉണ്ടെങ്കിൽ ഭാവനയിൽ തോട്ടത്തിൽ കാണുന്ന പോലെ ഓരോ മറ്റേ ചെമ്പരത്തിയുണ്ട്, ഇവിടെ മുല്ലയുണ്ട്, ഇങ്ങനെ ഭാവനയിൽ കാണുന്ന മാതിരി ഇവിടെ ആ രൂപമാണ് പറയാൻ പോകുന്നത്. കൃഷ്ണന്റെ ഈ വിഷ്ണുവിൻ്റെ രൂപം വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ചിലതെല്ലാം ഞാൻ വിട്ടുകൊണ്ടാണ് പോകുന്നത്. അതെല്ലാം പഠനം നോക്കിയാലുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഒരുമാതിരി ഓടിച്ചു പോവുകയാണ്. 13 മുതൽ 18 വരെ ആ ഒരു വിഷ്ണുവിൻ്റെ രൂപം ഇങ്ങനെ ഓർക്കണം നമ്മളെ മനസ്സിൽ. ഈ ക്രമത്തിൽ ഓർത്തുകൊണ്ട് പോവുക. തെളിവുള്ള മുഖകമലം. അപ്പം മുഖകമലം മനസ്സിൽ കണ്ണും കൂട്ടിയിട്ട് മനസ്സിൽ ആ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു പടം കണ്ടിട്ടുണ്ടാവില്ല, അല്ലെ കലറിലൊന്നും ഉണ്ടാവും. അതിനെ മനസ്സിൽ ധ്യാനിക്കുക. ഈ ലോകമായിട്ട് ആരുമായിട്ട് ബന്ധമില്ല. ഇതെല്ലാം ചെയ്താലേ ബ്രഹ്മസാക്ഷാത്കാരം നേടുകയുള്ളൂ. പിന്നെ ഈ ലോകമായിട്ടില്ല, ഇതിനേ ഉള്ളൂ സമയം. തെളിയുന്ന മുഖകമലം, ചെന്താമരതലം പോലെയുള്ള കണ്ണുകൾ. അപ്പം മനസ്സിൽ ആ കണ്ണിനെ ഭാവന ചെയ്യാൻ ശ്രമിക്കണം. ഏതോ പടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ചെന്താമരേൻ്റെ പോലെയുള്ള കണ്ണുകൾ, അതിൻ്റെ ദളം പോലെയുള്ള ഭാവനയെ കാണുക. കണ്ണ് കരിങ്കൂവളത്തിൻ്റെ നിറം അങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. ശംഖുചക്ര ഗ്രഥ എന്നിവയെല്ലാം ആയുധങ്ങളായിട്ട് കൈമലുണ്ട്. ഏതെങ്കിലും ഒരു പടാതി ശരിക്ക് മനസ്സിൽ നോക്കിയിട്ട് വെക്കണം. എന്നിട്ട് നമ്മളെ മെമ്മറിയിൽ അത് ഓർത്തുകൊണ്ടിരിക്കുക. മഞ്ഞപ്പട്ടാണ് ധരിച്ചിരിക്കുന്നത്. ശ്രീവത്സം എന്ന മർദിനാൽ അലങ്കാരമായ മാറും. പിന്നെയോ കൗസ്തുഭരത്നം ധരിച്ച കണ്ഠം. വനമാലയിൽ വണ്ടുകളെല്ലാം വനമാല ധരിച്ചിട്ടുണ്ട്. വണ്ടെല്ലാം ഇങ്ങനെ അതിൻ്റെ പാറിക്കളിക്കുകയാണ്. അമൂല്യ രത്നങ്ങൾ, തോൾവള, കാൽ തള ഇവയെല്ലാം കാലിലുണ്ട്. അരഞ്ഞാണോട് കൂടിയ അരക്കെട്ട്. ജനങ്ങളുടെ ഹൃദയ കമലത്തിൽ ഇരിക്കുന്നു. ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ആ വിഷ്ണു ഇരിക്കും. വിഷ്ണു അവിടെ ഇരിക്കുന്ന നമ്മളെ ഹൃദയത്തിൽ ഈ രൂപത്തിൽ.
കരളിനും കണ്ണിനും പ്രിയം തോന്നിക്കുന്ന രൂപം, ഭൃത്യരെ അനുകരിക്കാൻ തിളക്കം കൊള്ളുന്ന ഭാവം, ഭൃത്യന്മാരെയെല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് തിടുക്കം കൊള്ളുന്ന ഭാവത്തിലാണ് നിൽപ്പ്. ഇങ്ങനെ ശ്രീഹരിയെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. കുറേ ഉണ്ട്, അതെല്ലാം കുറേ വിട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാലോ, പടം കാണുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മനസ്സിൽ ആ പടം കണ്ടുകൊണ്ട് അതിനിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. ഈ ഭൗതിക ലോകത്തുനിന്ന് നമ്മളെ ചിന്തകളെ മാറ്റാൻ വേണ്ടിയാണ് ഈ പാഠത്തെയും പറയുന്നത്. കണ്ണുമെല്ലാം പൂട്ടിയിട്ടാണ്. അപ്പം കണ്ണൊന്നും ഇനി വേണ്ട, നമുക്ക് ശബ്ദവും വേണ്ട, മൂക്കും വേണ്ട, നാവും വേണ്ട, രുചിയും വേണ്ട. എല്ലാ അവയവങ്ങളെയും നമ്മൾ പ്രവർത്തനരഹിതമാക്കുകയാണ്. പിന്നെ ശൂന്യതയിൽ മാത്രം ഇങ്ങനെ രൂപം കണ്ടു വരും. കുറേ കഴിയുമ്പോൾ രൂപമെല്ലാം പിന്നെ അങ്ങ് പോകും. പിന്നെ ഒരു ശൂന്യമായ അവസ്ഥയായി മാറും. ഇത് അതുവരെ ഇങ്ങനെ ഇരുന്നോളണം എവിടെയെങ്കിലും, വേറെ ജോലിയൊന്നുമില്ല. ഇതാണ് സന്യാസത്തിലേക്കുള്ള വഴി, അല്ലാതെ ഇറങ്ങി നടക്കാനുള്ളതല്ല. ഇനി 19, ഹൃദയത്തിൽ ശയിക്കുന്ന ആ ആനന്ദമൂർത്തിയെ അതിനെ എവിടെ കാണാൻ ശ്രമിക്കണമെന്ന ഹൃദയത്തിൽ. അതെങ്ങനെ കാണാം? നിൽക്കുന്നതായിട്ടും കാണാം, ഇരിക്കുന്നതായിട്ടോ കിടക്കുന്നതായിട്ടോ നടക്കുന്നതായിട്ടോ ലീലകളോടുകൂടിയ രൂപത്തിലോ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള രൂപത്തിൽ സങ്കല്പിച്ചിട്ട് അത് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ് ഉള്ളത് എന്ന് സങ്കല്പം. മനസ്സ് എവിടത്തേക്ക് പോകും? ഹൃദയത്തിലേക്ക് പോകും. അവിടെയാണ് ജീവാത്മാവ്. മനസ്സിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇരിക്കുന്ന രൂപത്തിലും കാണാൻ നമുക്ക് ഇഷ്ടമുള്ള വഴി കാണാം. അതിലെല്ലാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഏത് രൂപത്തിൽ വേണ്ടിക്കും. വേണ്ടി 20 പറയുന്നു, അങ്ങനെ ആ ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ അവയവത്തിൽ മനസ്സുറപ്പിക്കണം. അപ്പൊ ആദ്യം ഇങ്ങനെ കുറെ ആ വലിയ രൂപത്തിലാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ അവയവത്തിൽ മാത്രം മനസ്സുറപ്പിച്ചാൽ മതി. കാരണം മനസ്സിനെ ചുരുക്കി ചുരുക്കി ഓരോ ബിന്ദുവിലേക്ക് കൊണ്ടുവരികയാണ്. ആ അവയവങ്ങൾ എങ്ങനെയാകാമെന്നും പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? വജ്രം, കൊടി, താര എന്നീ ചിഹ്നങ്ങളായ ഉയർന്ന ചുവപ്പ് നഖമുള്ള ആ പാദത്തെ ധ്യാനിക്കുക. 21 പറയാണ്. ആ പാദത്തെ വേണമെങ്കിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കാം. അപ്പം കാലിൽ മാത്രം ചിന്തിക്കുക, നഖത്തിൻ്റെ നിറവും അതും ഇതുമെല്ലാമായിട്ട് ചിന്തിക്കുക. എന്നിട്ട് ഇങ്ങനെയും ചിന്തിക്കാം, യാതൊരു പാദപത്മത്തിൽ നിന്നാണോ ഉതിർന്ന ഗംഗാജലം, വിഷ്ണുവിൻ്റെ പാദത്തിൽ നിന്നാണ് ഗംഗാജലം ഒഴുകിയിട്ട് ശിവന്റെ തലയിൽ വന്ന് ഗംഗ വന്ന് എന്നിട്ട് ഒഴുകിയപ്പോൾ പരമശിവനെന്തായി? പരമാനന്ദ ഭരിതനായി ഭവിച്ചു. അങ്ങനെ ഗംഗാജലം ആ കാലിൽ നിന്നുള്ള വെള്ളം ഒഴിച്ചപ്പോഴാണ് ശിവന് പരമാനന്ദമായ ഭരിതനായി ഭവിച്ചത്. അപ്പം അത്രയും പ്രത്യേകതയുള്ള പാദമാണ്. അതിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക. ബ്രഹ്മാവിൻ്റെ മനസ്സിലും ആ പാദത്തിൻ്റെ രൂപം തന്നെയാണ് ഉള്ളത്. അതെന്തു വേണം? ദീർഘസമയം ധ്യാനിക്കണം. കുറച്ച് സമയമൊന്നും പോരാ. പിന്നെ മരണമില്ലല്ലോ. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത് വരെ ഇങ്ങനെ ധ്യാനിച്ചൊരുക്കി തന്നെ ഇരുന്നോളണം. ഒരാളുമായിട്ട് കൂട്ടില്ല. നമ്മൾ സമാധി എന്നെല്ലാം കണ്ടിട്ട് എണീച്ചു പോയിട്ട് സമാധി അടുത്തതിന് ശേഷം നമ്മൾ ഇതിനിടക്ക് കണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആയാലേ സമാധിയിലേക്ക് എത്തുകയുള്ളൂ. 23 സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ മാതാവും ചെന്താമര കണ്ണുകളോട് കൂടിയവളും ദേവന്മാർ ആരാധിക്കുന്നതുമായ ശ്രീ മഹാലക്ഷ്മിയിൽ
തൃത്തടത്തിൽ എടുത്തു വെച്ച ആ കണങ്കാലിനെ ധ്യാനിക്കുക. അപ്പോൾ ലക്ഷ്മി ദേവി ആ കാലെടുത്ത് മടിയിൽ വെച്ചിട്ടാണല്ലോ എല്ലാവരും ആരാധിക്കുന്ന ആ ദേവി, സർവചരാചരങ്ങളുടെ സൃഷ്ടാവായ ബ്രഹ്മദേവന്റെ മാതാവ്, എല്ലാ ദേവന്മാരും ആരാധിക്കുന്നത്. ആ മഹാലക്ഷ്മി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഷ്ണുവിൻ്റെ പാദം എടുത്തിട്ടാണ് മടിയിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, പാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചിന്ത മുഴുവൻ അതിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. പാദത്തിൽ ഇതുവരെ ശരീരം മുഴുവനായിരുന്നു, ഇപ്പം അത് വിട്ട് വെറും പാദത്തിൽ മാത്രമാക്കി ഒരവയവത്തിലേക്കാക്കി മാറ്റാൻ പറഞ്ഞു. അവൻ പാദം വേണ്ടിക്കെടുക്കാം. ഇനി 24 എല്ലേക്ക് എന്ത് ചെയ്യാം? ഗരുഡന്റെ പുറത്തിരിക്കുമ്പോഴുള്ള ആ തുടപ്രദേശങ്ങളെയും ഗരുഡന്റെ പുറത്തല്ല ഇരിക്കുന്ന അപ്പോൾ ഭംഗിയുള്ള തുടയെ പറ്റിയോ, അല്ലെങ്കിൽ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയിട്ട് അവിടെയുള്ള അരഞ്ഞാണ് ഉണ്ടല്ലോ, മഞ്ഞപ്പുട പട്ടില് അരഞ്ഞാണിൻ്റെ അറ്റത്ത് ആശ്ലേഷിച്ചു കിടക്കുന്ന ഭാഗത്തെ പറ്റിയോ എല്ലാം ചിന്തിക്കാം. ഏതെങ്കിലും ഭാഗത്തെ പറ്റി ചിന്തിക്കുക, ഇന്നൊന്നുമില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 25 എവിടെ നിന്ന് ബ്രഹ്മാവിൻ്റെ താമര ഉദിച്ചു വന്നുവോ, ബ്രഹ്മാവിൻ്റെ താമര എവിടുന്നാണ് വന്നത്? ആ പൊക്കിൽ കുടിയുന്നത്. ആ നാഭിച്ചുവഴിയെയും വേണമെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഓരോ വിഷയം എടുത്തിട്ട് എവിടെ നിന്നെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ടോ ആ മാലയിൽ, ആ മാറത്തുള്ള മാലയിൽ ശോഭിക്കുന്ന ഇന്ദ്രനീല കല്ലുകൾ കൊത്ത സ്ഥാനങ്ങൾ, ഇന്ദ്രനീല കല്ല് മാതിരി ആ മാറിലെന്തുണ്ട്? 2 കല്ലുകളായിട്ട് സ്ഥാനങ്ങളുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാം, അതിനെപ്പറ്റി ധ്യാനിക്കാം. ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദിവസങ്ങളോളം ധ്യാനിക്കാനാണ് പറയുന്നത്. ഇത് എത്തുന്നവരെ, ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുന്നത് വരെ. അല്ലെങ്കിൽ എന്താകാം? മഹാലക്ഷ്മിയുടെ പാർപ്പിടമായ തിരുമാറിനെയും തിരുമാറിടത്തെയും, മഹാലക്ഷ്മിയുടെ വാസസ്ഥലമാണ് ആ തിരുമാറിടം, അവിടെയുള്ള കൗസ്തുഭ രത്നത്തെ പറ്റിയും എല്ലേ നിന്തിരുവടിയുടെ കണ്ഠത്തെ പറ്റിയും മനസ്സിൽ ധ്യാനിക്കാം. ഏതെങ്കിലും ഒരു അവഭാഗത്തെ ധ്യാനിക്കാനല്ലേ പറഞ്ഞ, അതിൻ്റെ എല്ലാം വർണ്ണന ഇവിടെ തരികയാണ്. ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ പടത്തിലുള്ള, അല്ല നമ്മൾ സാധാരണ കാണുന്ന പടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർണ്ണനകളാണ്. അപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മനസ്സിലിങ്ങനെ ധ്യാനിച്ചു കൊള്ളണം. എൻ്റെ 27 പറയുന്നു. അല്ലെങ്കിൽ വേറെ ചിലതും കൂടിയും പറയുകയാണ്. മന്ദരപർവ്വതത്താൽ പരിഭ്രമണം ചെയ്യപ്പെട്ടുകൊണ്ട് തിളക്കം വരുത്തപ്പെട്ട തോൾ വളകളോടുകൂടി, തോളിലെ വളകളെല്ലാം മന്ദരപർവ്വതം കൊണ്ട് കടഞ്ഞെടുത്തതാണെന്നാണ് പറയുന്നത്. ഒരസി ഭംഗിയാക്കിയത്. എല്ലേ ലോകപാലകരായ അധിഷ്ഠാനങ്ങളായ ബാഹുക്കളെയും, ലോകത്തെ എല്ലാവരും രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബാഹുക്കളെ പറ്റി ചിന്തിക്കാം. ലോകത്തെ എല്ലാം രക്ഷിക്കുന്നു, ലോകപാലകനായിട്ട് ഉപയോഗിച്ച ബാഹുക്കളെ പറ്റി ധ്യാനിക്കാം. അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തേജസ്സുള്ള സഹസ്ര ചക്രത്തെ പറ്റി ധ്യാനിക്കാം. അത്രയും തേജസ്സുള്ള സഹസ്ര ചക്രത്തെ പറ്റി ധ്യാനിക്കാം. അല്ലെങ്കിൽ പാഞ്ചജന്യത്തെ പറ്റി ധ്യാനിക്കാം. ഇങ്ങനെ എന്തിനെ പറ്റി, ഏതെങ്കിലും ഒന്നിനെ പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുക. പലതിൽ പോകരുത്. പലത് പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? മനസ്സ് വികസിച്ചു. മനസ്സിനെ നമ്മൾ ചുരുക്കി 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 ഒരു ചെറിയ സ്ഥലത്തെത്തിക്കാൻ പോവുകയാണ്. എന്നിട്ട് 28 പറയുന്നത്, ശത്രുക്കളുടെ രക്തം കൊണ്ട് ഇഴുകിപ്പിടിച്ച ഗതയെ ചിന്തിക്കാം. ആ ഗതയുണ്ടല്ലോ, അതും ചിന്തിക്കാം. കഴുത്തിലുള്ള വനമാലയിൽ വണ്ടുകൾ ഇങ്ങനെ പാറിക്കളിക്കുന്നതായിട്ട് അത് വേണമെങ്കിലും ചിന്തിക്കാം. ജീവാത്മാവിന്റെ തത്വമായ കൗസ്തുഭ രത്നത്തെ പറ്റിയും ചിന്തിക്കാം. ചിന്തിക്കാനല്ല, ധ്യാനിക്കാം.
അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. 29 ഭക്തരുടെ അഭിലാഷം പൂർത്തീകരിക്കുവാനായി അവതരിച്ച ഭഗവാന്റെ മുഖകമലത്തെ, ആ മുഖത്തിലുള്ള കവളുകളെ, ഭംഗിയുള്ള കവിൾത്തടത്തെ, ഉന്നതമായ നാസികയെ, മൂക്കിനെ, ഇങ്ങനെയെല്ലാം ചിന്തിച്ചോളാം. ഏതൊക്കെ ഒരു അവയവത്തിലാവും, മൂക്കിലാവും, അത്രയും ഒരു ചെറിയതിൽ കേന്ദ്രീകരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മുഖം മുഴുവൻ നോക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഈ മൂക്കിന്റെ അറ്റത്തെ ആ വർണ്ണന മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ ഏകാഗ്രമായി മനസ്സ്. ഇത് കുറച്ച് 10 മിനിറ്റ് നേരത്തുള്ള പരിപാടിയല്ല, ഇനിയുള്ള ജീവിതത്തിലുള്ള പരിപാടി. ഇനി ആ മുഖത്തിന്റെ വേറെ പ്രത്യേകതയും പറയുകയാണ്. 30 ചുരുളൻ മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉല്ലാസം കൊണ്ടിരിക്കുന്ന കൊടികളുണ്ട്. അങ്ങനെയുള്ള ആ അങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മുഖകമലത്തെ എല്ലാം ധ്യാനിക്കുക. പിന്നെ എന്ത് വേണം? 31 അത് ഭയങ്കരമായ താപത്രയത്തിന്റെ ശമനത്തിനായി അയക്കപ്പെട്ടതായ ഭഗവാന്റെ കടാക്ഷ വിക്ഷേപത്തെ ഭാവനയോടെ ഹൃദയാന്തരത്തിൽ ധ്യാനിക്കണം. അപ്പൊ ഇതും ആ കടാക്ഷത്തെയെല്ലാം നമ്മൾ ഹൃദയത്തിന്റെ അകത്ത് ധ്യാനിക്കണം. എല്ലാം ഹൃദയത്തിൽ തന്നെയാണ് അവസാനം കാണാൻ ശ്രമിക്കുക. ആ രൂപം മുഴുവൻ ഹൃദയത്തിൽ കാണാൻ ശ്രമിക്കും. പിന്നെ അതെല്ലാം ഈ ഹൃദയവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പോകണം. ശരണാഗതരുടെ 32 ദുഃഖഭാരം കൊണ്ടുണ്ടായ കണ്ണീർ കടലിനെ സംഹരിക്കാൻ കഴിവുള്ള ശ്രീഹരിയുടെ മന്ദഹാസത്തെയും, ഇപ്പൊ എല്ലാവരുടെ കണ്ണീർ കണങ്ങളും ദുഃഖങ്ങളും എല്ലാം തീർക്കാൻ പറ്റിയ ആ മന്ദഹാസം കണ്ടാൽ തീർക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ മന്ദഹാസത്തെ പറ്റി ചിന്തിച്ചാലും മതി. കാമദേവന്റെ സമ്മോഹനത്തിനായി തൻ്റെ മായയാൽ വിരചിക്കപ്പെട്ട പുരികക്കൊടിയെ പറ്റിയും എല്ലാം ധ്യാനിച്ചുകൊണ്ടിരിക്കും. ആ ചുറ്റുകളെ, ആ അരിപ്പല്ലുകളെയും അതെല്ലാം കൂടി ആ ശരീരത്തെ ധ്യാനിക്കണം. ഭക്തിയോടെ തന്നിൽ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് വേറൊന്നും കാണാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ഓരോന്നും ഭക്തിയോടുകൂടി അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ചുണ്ടിനെ പറ്റിയാണോ, ആ കവളിനെ പറ്റിയാണോ, പീലിനെ പറ്റിയാണോ, അല്ല ഏതോ അവയവത്തെ പറ്റിയാണ്, ഏത് അവയവത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും വേറൊന്നും കാണാൻ ശ്രമിക്കരുത്, ആഗ്രഹിക്കുകയും വരുത്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ആ ഒരു വിഷയത്തിൽ മാത്രം. മയിൽപീലി കുഴപ്പമില്ല, കൃഷ്ണന്റെ രൂപത്തിൽ ചിന്തിച്ചാൽ മതി. പക്ഷെ ആദ്യം ആ പൂർണ്ണ രൂപത്തെ ചിന്തിക്കുക. പിന്നെ ഏതെങ്കിലും വേണിക്ക് മയിൽപീലി മാത്രമാണെങ്കിൽ അതും മതി. അതിലേക്ക് ഒതുക്കുക. വേറെ ഒന്നിലും പോകരുത്. ശ്രദ്ധ പോകരുത്, ആഗ്രഹവും പോകരുത്, വീട്ടുകാരെ പറ്റിയൊന്നും ചിന്തിക്കരുത്, സ്വത്തിനെ പറ്റിയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ എല്ലാം വിട്ടിട്ടാണ് വേണ്ടത്. 34 പറയുന്നു, അങ്ങനെ പ്രേമത്തോടെ, ഇതെല്ലാം പ്രേമത്തോടെയാണല്ലോ നമ്മൾ കൃഷ്ണന അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഭക്തരാകുമ്പോൾ പ്രേമത്തോടു കൂടി തന്നെയാണ് ഈ അവയവങ്ങളെല്ലാം ധ്യാനിക്കാൻ ആദ്യം ശ്രമിക്കുക. അങ്ങനെ പ്രേമത്തോടെ ശ്രീഹരിയിൽ അലിവുള്ള ഹൃദയത്തോടെ ഔത്സുക്യത്താലും അതിൽ നിന്നുണ്ടാകുന്ന കണ്ണുനീരിലാൽ വീണ്ടും വീണ്ടും ആമഗ്നനായി. അപ്പം നമ്മളെ മനസ്സിൽ കണ്ണുനീരെല്ലാം വരും. ആ സന്തോഷ കണ്ണുനീര്, ആ ആനന്ദ കണ്ണുനീരെല്ലാം വരും. അത് തന്നെ അങ്ങനെ ചിന്തിച്ചിരിക്കണം. അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും
കണ്ണുനീർ വരുന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ദേഹത്തിൽ നിന്നും വേർപെടും. കുറേ കഴിയുമ്പോൾ മനസ്സങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആദ്യം രൂപം മാത്രമായി മുഴുവൻ രൂപമാണ് ചിന്തിച്ചിരുന്നത്, പിന്നെ ഒരു അവയവത്തിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അറിയാതെ ഒന്നുമില്ലാതെ ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് പോകും. കാരണം ഈശ്വരന് രൂപവും ഭാവവും ഒന്നുമില്ല, വിഷ്ണുവിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് കഥയിലൂടെ അവതരിപ്പിച്ചു തന്ന രൂപങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിന് രൂപവും ഭാവവും ഇല്ല. പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുമ്പം കുറേ കാലം കഴിയുമ്പം പിന്നെ നമ്മളിൽ ഈ രൂപവും ഉണ്ടാവില്ല, വെറും ശൂന്യത, ഒരു വെളിച്ചം മാതിരി മാത്രമായിട്ട് മാറും. അപ്പോൾ 35 പറയുന്നു, പരമാനന്ദത്തിൽ വിഷയാസക്തനായിട്ട് വിരമിച്ച മനസ്സ് അപ്പോഴൊരു പരമാനന്ദമായ അനുഭൂതി ഉണ്ട്. അതുവരെ നമ്മൾ ഓരോ ഇങ്ങനെ സങ്കല്പിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വിടുമ്പോൾ മനസ്സ് ശാന്തമാകും, പരമാനന്ദമാകും. വിരമിച്ച മനസ്സ് വിഷയരഹിതവും, പിന്നെ അതിന് വിഷയമുണ്ടാവില്ല. പിന്നെ വിഷ്ണുവും ഇല്ല, വിഷ്ണുവിൻ്റെ മൂക്കും ഇല്ല, കണ്ണുമില്ല, ഒന്നുമില്ല. വിഷയരഹിതവും ആശ്രയശൂന്യവും. പിന്നെ ആരെയും ആശ്രയിക്കുന്നില്ല. ആശ്രയിക്കാൻ വിഷ്ണുവിനെ ഒന്നും പിന്നെ നമ്മൾ ആശ്രയിക്കുന്നില്ല. നമ്മൾ എന്തായാലും മാറിക്കഴിഞ്ഞു വിഷ്ണുവായിട്ട്, ആ നിർഗുണമായ ബ്രഹ്മമായിട്ട്. വിഷ്ണു ഒന്നും ആയിട്ടല്ല, ആ നിർഗുണമായ ബ്രഹ്മമായിട്ട്. ഇതുവരെ വിഷയമായിരുന്നു. നമ്മൾ ഓരോ ദൈവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. യഥാർത്ഥത്തിൽ ദൈവമൊന്നുമില്ല. ഇതെല്ലാം നമ്മളെ സാധാരണക്കാരന് വേണ്ടിയിട്ട് കഥരൂപത്തില് പടരൂപത്തിലെല്ലാം അവതരിപ്പിച്ചതാണ്. അതിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിച്ച് അവസാനം എന്താവും? ഒന്നുമില്ലാത്ത യഥാർത്ഥ ശൂന്യമായ ആ തേജസ്സിലേക്ക്, അതാണ് ഈശ്വരൻ, നിർഗുണമായ സംഗതി. അതിന് രൂപമില്ല, ഭാവമില്ല, ആശ്രയശൂന്യം. പിന്നെ നമുക്കൊരാശ്രയമില്ല. ആവുന്നുവോ അപ്പോൾ ലയം സംഭവിക്കുന്നു. അപ്പോഴാണ് ആ ബ്രഹ്മവുമായിട്ടുള്ള ലയം സംഭവിക്കുന്നത്. പിന്നെ മനസ്സ് ശൂന്യമായി. അതാണ് സമാധി. ഇത്രയും പാടുണ്ട്, അല്ലാതെ ചുളു പരിപാടിയിൽ സാധിക്കുന്നതല്ല. വീട്ടിൽ പോയിരുന്ന് കിടന്നുറങ്ങിയിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇന്നൊരു 12 മണിയാകുമ്പോൾ ഞാൻ സമാധി എന്നും വല്ലതും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. ശരീരത്തെ ഉപേക്ഷിച്ച ജീവൻ, അപ്പോഴേക്കും ജീവൻ എന്ത് പറ്റി? ശരീരത്തെ ഉപേക്ഷിച്ചു. നമ്മുടെ ജീവൻ പോയിട്ട് ശരീരത്തെ ഉപേക്ഷിച്ച ജീവൻ അഖണ്ഡ സച്ചിദാനന്ദാത്മാവിനെ നിരീക്ഷിച്ചു തുടങ്ങുക. അപ്പോഴാണ് അഖണ്ഡമായ ആ സച്ചിദാനന്ദ സ്വരൂപനെ നിരീക്ഷിക്കുന്നത്. ഏത്? ദിവ്യമായ പ്രകാശം മാതിരി, ശൂന്യമായ അന്ധകാരത്തിൽ നിന്നും ഒരു പ്രകാശം മാതിരി തോന്നും. അതിന് നിർഗുണമായപ്പം അതിന് രൂപമില്ല, ഭാവമില്ലാതെ എന്തോ ഒരു രൂപത്തില് അങ്ങനെ മനസ്സ്, പിന്നെ ഒന്നും കാണുന്നില്ല, രൂപങ്ങളൊന്നും കാണുന്നില്ല. വെറും മനസ്സൊരു ശൂന്യമായി എന്തോ ഒന്ന് വർണ്ണിക്കാൻ പറ്റാത്ത, അതാണ് ആത്മാവിനെ എന്ന് പറയുന്നത്. അതിനെ നിരീക്ഷിച്ചു തുടങ്ങും. ആ 36 ആ ജീവൻ എന്ത് ചെയ്യാണ്? മനസ്സിന്റെ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം അടന്ന് ബ്രഹ്മാനന്ദ സ്വരൂപത്തിൽ നിഷ്ഠയെ പ്രാപിക്കുന്നു. ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിഷ്ഠയെ പ്രാപിക്കുന്നു. അതോടെ അവിദ്യാരൂപമായ അഹങ്കാരമെല്ലാം മനുഷ്യനിൽ നിന്നും ഞാനെന്ന ഭാവം അതോടുകൂടി നശിക്കുന്നു. എന്നിട്ട് 37 പറയുകയാണ്, സിദ്ധയോഗി ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തുമ്പോൾ
ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവൻ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും പോവുകയാണെങ്കിലും വരികയാണെങ്കിലും മദ്യലഹരിയിൽ മതിമറന്നവനെ പോലെ, മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയാ പോകുന്നത് വരുന്നൊന്നും അറിയില്ലല്ലോ, അതേ അവസ്ഥയിൽ അവനായി പോകും. അവനൊന്നും അറിയുന്നില്ല. ഏതുപോലെ? ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ പോലെ അറിയാതെ വരുന്നു. നമ്മൾ വസ്ത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വസ്ത്രം കൊണ്ടൊന്നും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ വരുന്നുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വസ്ത്രത്തെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ദൂരെ നിന്ന് നോക്കുന്നവർക്കാണ് ഈ വസ്ത്രത്തെപ്പറ്റി ചിന്ത. പുതിയ വസ്ത്രം ഇടുമ്പോൾ നമ്മുടെ നോട്ടം മുഴുവൻ ഈ വസ്ത്രത്തിലായിരിക്കും, അതുവരെ കണ്ണാടിയിലല്ലായിരിക്കും. എല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ മറന്നിട്ടല്ലേ ഇരിക്കുന്നത്, അതേപോലെ മറന്ന ഒരവസ്ഥയിലേക്കാക്കി മാറും. എന്നാൽ 38 മരിച്ചു കഴിഞ്ഞ് എന്തുകൊണ്ട് മരണം സംഭവിച്ചില്ല എന്ന് പറയുന്നു? ഇപ്പോൾ ജീവൻ പോയി ആയിപ്പോയി ലയിച്ചു. എന്നാൽ ശരീരമാകട്ടെ, ഈ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുകയാണ്. ഈ ശരീരമാകട്ടെ അതിൻ്റെ ആരംഭത്തിന് നിമിത്തമായ കർമ്മം, ശരീരം ജനിക്കുമ്പോഴൊരു കർമ്മമുണ്ടല്ലോ, ആ കർമ്മം എന്ത് ചെയ്യും? ആ കർമ്മം അതേപോലെ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കും. ഹാർട്ട് പ്രവർത്തിക്കും, ശ്വാസം പ്രവർത്തിക്കും, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാകാതെ ഉള്ളിൽ എല്ലാം ചെയ്യും. എത്ര വരെയാണോ അത് ചെയ്യേണ്ട, അതിനുള്ള മരണം വരെയുള്ള സമയം വരെയുള്ള അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആരംഭത്തിന് നിമിത്തമായ കർമ്മം നിൽക്കുമ്പോഴും, ജനിക്കുമ്പോൾ എന്താണോ അവൻ്റെ ശരീരത്തിന് എത്ര കാലം വരെ ജീവിക്കണമെന്നാണോ വിധിച്ചിരിക്കുന്നത്, മരണം വരെ എന്തെല്ലാമാണോ ശ്വാസം എടുക്കുക വിൽക്കുക എല്ലാം ശരീരം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മരിച്ചിട്ടില്ല ആൾ, ശ്വാസം എടുക്കും. നിൽക്കുവോളം പ്രാണേന്ദ്രിയങ്ങളോട് കൂടെ തുടർന്ന് കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളും ചെയ്തു പ്രാണനും എല്ലാം ഉണ്ടാകായിരിക്കും. എത്ര വരെയാണോ അവൻ മരിക്കേണ്ട സമയം എത്തുന്നത് വരെ ആ ശരീരം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവൻ്റെ മനസ്സവിടെ പോയി, ആത്മാവങ്ങ് പോയി, ബ്രഹ്മത്തിൽ ലയിച്ചു പോയി. സമാധിസ്ഥനായ അവൻ സ്വപ്നദർശനത്തിലെന്ന പോലെ, സ്വപ്നത്തിലുള്ളതിന് കാര്യമൊന്നുമില്ലല്ലോ, അതേപോലെ പുത്ര മിത്ര സംബന്ധമായ ശരീരത്തെ പിന്നീട് താനെന്നും തൻ്റേതെന്നും കരുതി സേവിക്കില്ല. പിന്നെ പുത്രനും ബന്ധുക്കളുമെല്ലാം ബന്ധപ്പെട്ട ഈ ശരീരത്തെ, പുത്രനെയെല്ലാം പണ്ടേ കളഞ്ഞു, മക്കളെയെല്ലാം പണ്ടേ കളഞ്ഞ്, പിന്നെയുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്ന ഈ ഒരു ശരീരമാണ്. ഈ ശരീരത്തെ താനെന്നും തൻ്റേതൊന്നും കരുതില്ല. ഈ ശരീരം എൻ്റെ അല്ല, അത് കളഞ്ഞ് ഈ കക്ഷിയാണ് എന്ത് പറയുന്നത്, ഞാൻ സമാധിയാകും, എൻ്റെ ശരീരം എടുത്തിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യണം, എന്നിട്ട് ദൈവമാക്കി മാറ്റണം. ഈ ശരീരം കളയുകയാണ്. അവൻ്റേതല്ല പിന്നെ ഈ ശരീരം. അപ്പൊ ഇങ്ങനെ ഈ ശരീരം എടുത്തിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യണം, എന്നിട്ട് അത് ദൈവമാക്കി മാറ്റണം എന്നെല്ലാം പറയണ്ടെങ്കില് ഇത് സമാധിയാണോ എന്ന് സ്വന്തം ചിന്തിച്ചു പോയിക്കൊള്ളുക. തൻ്റേതെന്നും കരുതുന്നില്ല. പിന്നെ ആ ശരീരം അവൻ്റേതല്ല. ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം അവൻ്റേതല്ല. പിന്നെ എങ്ങനെ അവൻ്റേതെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് ദൈവമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ശരീരം എടുത്ത് കിടക്കുന്നത് എന്ത് മണ്ടത്തരമാണ് ഒന്ന് ആലോചിച്ചോക്കെ. വേദങ്ങൾക്ക് വിരുദ്ധമായി എന്തെല്ലാം കാട്ടിക്കൂട്ടുകയാണ്. യഥാർത്ഥത്തിൽ ഭാഗവത ഈ നാട്ടിലുള്ളവരെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എത്ര ആചാര്യന്മാരാണ്, എന്നിട്ടും ഇത്രയും വിസ്തരിച്ചിട്ട് അത് പറഞ്ഞിട്ടും നമ്മൾ ഈ നാട്ടിൽ ഓരോ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ഒരക്ഷരം ഉണ്ടെന്നില്ല. കാരണം ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല. അവര് ഭാഗവതം എന്ന് പറഞ്ഞാൽ രാധേ രാധേ, ഇത് എവിടെയെങ്കിലും ഉണ്ടോ, ആ ഒരു ഏതെങ്കിലും ഒരു അധ്യായത്തിലുണ്ടോ, ഓരോ 10 എവിടെയെങ്കിലും ആയിരിക്കും, അതും പിടിച്ചുകൊണ്ട് നടക്കും. അല്ലാതെ ഭാഗവതമൊന്നും ആരും മുഴുവനെടുത്ത് വായിക്കുന്നുമില്ല. വെടിക്കിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അർത്ഥമൊന്നും ചിന്തിക്കൊന്നുമില്ല. ഇനി 39.
സന്താനങ്ങളിൽ നിന്നും 32 സന്താനങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും എപ്രകാരം താൻ ഭിന്നനാണ് എന്ന് കരുതുന്നുവോ, നമ്മളെ സന്താനങ്ങളും സമ്പത്തും എല്ലാം നമ്മളല്ല, അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന് നമ്മളെ ശരീരമായിട്ട് ചേർക്കാനൊന്നും പറ്റില്ല. എങ്ങനെ അതിനെ വ്യത്യസ്തമായി കാണുന്നുവോ, ബോധിക്കുന്നുവോ, ഭിന്നമായി കാണുന്നുവോ, അപ്രകാരം തന്നെ ദേഹാദികളിൽ നിന്നും ആത്മാവിനെ ഭിന്നമായി അവന് ബോധിക്കും. ഈ ശരീരമൊന്നും ഞാനല്ല, എൻ്റെ ആത്മാവല്ല എന്ന് അവനെ ബോധിക്കും. എന്നിട്ട് 40-41 അഗ്നിയുടെ രൂപത്തിൽ കരുതപ്പെടുന്നതെങ്കിലും നമ്മൾ അഗ്നിയുടെ രൂപത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? എരിയുന്ന പൊള്ളി, ഒരു കമ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അഗ്നിയാണെന്ന് നമ്മൾ ധരിക്കുന്നത്, പക്ഷെ അത് അഗ്നിയൊന്നുമല്ല. തീപ്പൊരി ഇങ്ങനെ പാറുമ്പോഴേക്കും അതും അഗ്നിയാണ്. പുക കാണുമ്പോഴും അഗ്നിയുടെ ആയിട്ടാണ് കാണുന്നത്. മുമ്പ് എരിഞ്ഞ പൊള്ളിയിൽ നിന്ന്, മുമ്പ് എരിഞ്ഞു കിടക്കുന്ന ഒരു പൊള്ളിയിൽ തീന്റെ പൊള്ളിയാണ് എന്ന് പറയുന്നത്. അതിനെയെല്ലാം പ്രകാശിപ്പിക്കുകയും ദഹിപ്പിക്കുകയും ചെയ്ത അഗ്നി യാതൊരു പ്രകാരം വേറെ തന്നെയോ, അതിനെയെല്ലാം പ്രകാശിപ്പിച്ചതും ദഹിപ്പിച്ചതുമാത് അഗ്നിയാണ്. ആ അഗ്നി അതുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് വേറെയാണ്. അതേ പ്രകാരം ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണ വൃത്തികൾ നിന്നെല്ലാം വ്യത്യസ്തമായി സാക്ഷി രൂപത്തിൽ നിൽക്കുന്ന ജീവാത്മാവിനെ, അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ ജീവാത്മാവ്. ജീവാത്മാവല്ല, പരമാത്മാവ്. സാക്ഷിഭൂതനായിട്ട് നിൽക്കുന്ന ജീവാത്മാവെന്ന പേരിൽ വ്യവഹരിക്കപ്പെട്ട ആത്മാവ്. അപ്പൊ ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവെന്ന രൂപത്തിൽ വന്നുകൊണ്ടാണ് ഇതിലെല്ലാം വ്യവഹരിച്ചത്. ജീവൻ എന്ന് പറയുന്നത് പരമാത്മാവിൽ നിന്നും വന്നതാണ്. അതാണ് സാക്ഷിയായിട്ട് നിൽക്കുന്നത്. നമ്മളെ ഹൃദയത്തില് പ്രപഞ്ചത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്, അതാണ് സാക്ഷി. അതിൽ നിന്നും ഒരു ചെറിയ അംശം എടുത്തിട്ടാണ് നമ്മളെ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അതാണ് ഇങ്ങനെ എല്ലായിടത്തും വിഹരിക്കുന്നത്. ഏതുപോലെ അഗ്നി എല്ലാ കമ്പുകളെ കത്തിക്കുകയും പുകയുണ്ടാക്കുകയും തീപ്പൊരിയായിട്ട് പാറുകയെല്ലാം ചെയ്യിക്കുന്നത് പോലെ, അതേപോലെ ഈ പരമാത്മാവിൽ നിന്നും, പരമാത്മാവെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കേണ്ട പ്ലാനാണ്. ആ പ്ലാനിൽ നിന്നും നമ്മളെ കർമ്മം ചെയ്യേണ്ട പ്ലാന് ജീവാത്മാവ്. അതാണ് ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്തിരിക്കുന്നത്. ആ ആത്മാവ് മറ്റതിൽ നിന്നെല്ലാം എന്താണ്? ഭിന്നമാകുന്നു. അതായത് ഈ ശരീരത്തിൽ നിന്നും എല്ലാം ഭിന്നമാണ്. ഈ ജീവൻ എന്ന നിലയിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഭിന്നമാണ്. അതൊരു സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഏത്? ഈ പരമാത്മാവ്. ആ പരമാത്മാവാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മമാണ് പരമാത്മാവായി മാറിയത്. അപ്പൊ ബ്രഹ്മം എന്ന പേരിൽ ഇവിടെ മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്ന ആ സർവേശ്വരൻ അപ്പോൾ എന്താണ്? മൂലപ്രകൃതിയിൽ നിന്നും ഭിന്നമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ പരമാത്മാവ് ഭിന്നമായി നിൽക്കുന്നത് പോലെ, അല്ലേ നമ്മുടെ ആത്മാവെന്ന് വേണമെങ്കിൽ പറയാം. ആത്മാവ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും തലയിടുന്നില്ല എന്ന് വേറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണക്കാരനെ രണ്ട് ജീവാത്മാവും പരമാത്മാവും വേണ്ട. നമുക്ക് പരമാത്മാവ്, ആത്മാവ് എന്ന് ഒറ്റ വാക്കിൽ അത് പറയാം. അതുവേണ്ടി ജീവാത്മാവോ പരമാത്മാവോ എന്തോ ഏറ്റെടുക്കുക, ആത്മാവ് എന്ന് പറയും. ഈ ശരീരത്തിൽ നിന്നെല്ലാം
ഭിന്നമായിട്ടാണ് ആത്മാവ് കിടക്കുന്നത്. അതുപോലെ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിന്നെല്ലാം, മൂലപ്രകൃതിയിൽ നിന്നെല്ലാം ഭിന്നമായിട്ടാണ് നിൽക്കുന്നത്. ഇനി 42 എങ്ങനെ ഭാവന ചെയ്യണമെന്ന് പറയുകയാണ്. എല്ലാ ചരാചരങ്ങളെയും, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലോ ഉണ്ടോ അതെല്ലാം ആ ഏകാത്മകമായ ബ്രഹ്മത്തിൽ കാണുക. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ ബ്രഹ്മമായ ഈശ്വരനിൽ കാണാൻ ശ്രമിക്കുക. കാരണം അതാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പൊ ഈ പ്രപഞ്ചം എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. അപ്പൊ ഈ ചരാചരങ്ങളെ മുഴുവൻ ആ ബ്രഹ്മത്തിൽ കാണുക. എന്നിട്ടോ ആ ഏകമായ ആത്മാവിൽ എല്ലാ ജീവജാലങ്ങളെയും കാണുക. അതായത് ആ ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത്. അപ്പൊ ഇതിനെയെല്ലാം ബ്രഹ്മത്തിൽ കാണാം. ഈ ബ്രഹ്മമാണ് ഈ സാധനങ്ങളെല്ലാമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മം തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. ഇപ്പൊ ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മം ഞാനുമാണ്. എന്തുകൊണ്ട്? ആ ബ്രഹ്മമാണ് ഞാനായി മാറിയത്. ഞാനപ്പോൾ എന്ത് തന്നെയാണ്? ബ്രഹ്മവും. അപ്പൊ എന്നെ ബ്രഹ്മത്തിലും കാണാം, ബ്രഹ്മത്തെ എന്നെയും കാണാം, എന്നിലും കാണാം. അതാണ് മറ്റേ തത്വമസി എന്തെല്ലാം പറഞ്ഞിട്ടുള്ള തത്വങ്ങളുണ്ടല്ലോ. അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നതിലെല്ലാം വരുന്നതിൻ്റെ ആശയമാണ് ഇവിടെ തിരുത്തി പറയുന്നത്. അപ്പം എല്ലാ ചരാചരങ്ങളെയും ആ ബ്രഹ്മത്തിൽ കാണണം, ആ ബ്രഹ്മത്തെ എല്ലാത്തിലും ചരാചരങ്ങളിലും കാണണം. ഏതുപോലെ എന്നാൽ പ്രാണിവർഗങ്ങളെയെല്ലാം പഞ്ചഭൂതങ്ങളായിട്ട് കാണുന്ന പോലെ ഇവിടെ എല്ലാ കാണുന്ന വസ്തുക്കളെയും നമുക്ക് എന്താ പറയുക? അത് പഞ്ചഭൂതം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലാം പഞ്ചഭൂതമാണ്. കരദ്രവ വാത രൂപത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. കല്ല് എന്ന് പറയുന്നത് കരമാണ്, ജലം എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് ജലമാണ്, വായു എന്നത് വായുവാണ്. അതെല്ലാം പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതമല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. അത് സാധാരണക്കാരന് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ കാണണം. എല്ലാ ചരാചരങ്ങളും ബ്രഹ്മമാണ്, ബ്രഹ്മത്തെ എല്ലാ ചരാചരത്തിലും കാണണം. ഇനി 23 ഒരേ അഗ്നി 23 ഒരേ അഗ്നി വിറകിൽ പ്രകാശനോപാധികളുടെ ഭേദമനുസരിച്ച് ഒരേ അഗ്നി തന്നെയാണ്. കമ്പിത്തിരിയിൽ കത്തുമ്പോൾ ഒരു തരത്തിലാണ് കത്തുക, അതിൻ്റെ പ്രകാശം ഒരു തരത്തിലായിരിക്കും. എന്നാൽ ചുവന്ന കമ്പിത്തിരി ഉണ്ടല്ലോ, അതിൽ ചുവപ്പായിട്ടാണ് കത്തുക. വേറൊന്നിൽ മഞ്ഞയായിട്ടായിരിക്കും കത്തുക. പൂക്കുറ്റിയിൽ വേറെ തരത്തിലായിരിക്കും അഗ്നി പുറത്ത് വരിക. അപ്പം ഏതിലൂടെ പുറത്ത് വരുന്നു അതിനനുസരിച്ച് വ്യത്യസ്തമായി തോന്നിയാണ്. പക്ഷെ എല്ലാം എന്ത് തന്നെയാണ്? അഗ്നി തന്നെയാണ്. ഓരോ വസ്തു കത്തുമ്പോൾ ഓരോ നിറങ്ങളാണ്. അതുപോലെ പ്രകൃതിയിലുള്ള എല്ലാ ശരീരങ്ങളിലും എന്തെല്ലാം തരം ജീവജാലങ്ങളുണ്ടോ ആ ശരീരങ്ങളിലെല്ലാം എന്തായി മാറുന്നു? ഈ ആത്മാവ് പ്രതിഭാസിക്കുന്നതാണ്. ആത്മാവ് ഒരേ ആത്മാവാണ് ഓരോ വസ്തുവിലൂടെയും പലതായിട്ട് പ്രതിഭാസിക്കുന്നത്. ഏതുപോലെ അഗ്നി പല വിറകിലൂടെ, ഒരു വിറകിലൂടെ കത്തുമ്പോൾ ചിലപ്പോൾ നല്ല വെളിച്ചായിരിക്കും, ഒരു വിറകിലൂടെ കത്തുമ്പോൾ ചില കടികൾ കത്തുമ്പോൾ ഇങ്ങനെ പുകഞ്ഞു കഴിയും. അപ്പം പലതരത്തിൽ പ്രതിഭാസിക്കുന്ന അഗ്നി പ്രതിഭാസിക്കുന്ന പോലെ ഈ ബ്രഹ്മവും എല്ലാ ജീവികളിലും വ്യത്യസ്തമായിട്ട് പ്രതിഭാസിക്കുന്നത് കൊണ്ടാണ് അത് പലതായിട്ട് തോന്നുന്നത്. ഇപ്പം 44 പറയുകയാണ്, അതുകൊണ്ട് വിഭാവനം ചെയ്യാൻ പ്രയാസമായ, നമുക്ക് വിഭാവനം ചെയ്യാൻ പ്രയാസമായുള്ള ഒരു സംഗതിയാണ്. അതേസമയം കാര്യകാരണ സ്വരൂപമായ സ്വാംശമായ ജീവൻ, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് വിഭാവനം ചെയ്യാനൊന്നും പറ്റുന്നതല്ല.
അതാണ് എല്ലാ കാര്യവും കാരണത്തിൻ്റെ എല്ലാം പിന്നിൽ അതാണ് ഉള്ളത്. അതിൻ്റെ സ്വാംശമായ ജീവൻ ബന്ധുഹൈവതുമായിട്ട് അത് എന്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്? പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവൻ പ്രപഞ്ചവുമായിട്ട്, ആ പ്രപഞ്ചം പിന്നെ എന്താണ്? ഭഗവാന്റെ ശക്തി സ്വരൂപം കൂടിയാണ്. ഭഗവാനും പുരുഷനും, പുരുഷന്റെ ശക്തി പ്രകൃതി, ശിവനും ശക്തിയും. അപ്പം പുരുഷന്റെ ശക്തി അല്ലെ ഭഗവാന്റെ ശക്തി സ്വരൂപമാണ് പുരുഷനും പ്രകൃതി. ശക്തി സ്വരൂപമാണ് പ്രകൃതി. അപ്പം പ്രകൃതി ഭഗവാന്റെ ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അത് വിഭാവനം ചെയ്യാൻ പ്രയാസമായതും എല്ലാ കാര്യകാരണങ്ങളുടെയും പിന്നിലുള്ളതും സ്വാംശമായ ജീവന്റെ ബന്ധഹേതുവാണ്. അത് ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ജീവൻ. അങ്ങനെയുള്ള ആ പ്രകൃതി എന്ത് വേണം? പരാജയപ്പെടുത്തിയിട്ട്, അതായത് ഈ ഭൗതിക ലോകവുമായിട്ട് എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട്, ആ ഭൗതിക ലോകം പ്രകൃതി അതിനെ വിച്ഛേദിച്ചിട്ട് ബ്രഹ്മഭാവത്തിൽ പിന്നെ സാധകൻ സ്ഥിതി ചെയ്യും. ബ്രഹ്മഭാവത്തിൽ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിർഗുണമാണ്. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ചുക്കുമില്ല. പിന്നെ അവൻ്റെ മനസ്സങ്ങ് പോയി, ശരീരം എവിടെയോ പോയി. അത് പിന്നെ കുറേ കാലം ശ്വാസം വലിക്കുകയും പിടിയെല്ലാം ചെയ്യും. കുറേ കാലം കഴിയുമ്പം അതിൻ്റെ സമയം എത്തുമ്പോൾ ശ്വാസം വർക്ക് ചെയ്യുന്നതെല്ലാം അങ്ങ് നിർത്തും. അത് മരണമൊന്നുമല്ല. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് പോകുന്നതാണ്. ആത്മാവ് പണ്ടേ പോയി. അപ്പം ശരീരം അങ്ങനെ വലിച്ചുകൊണ്ട് കിടക്കും കുറേ കാലം. ബ്രഹ്മസാക്ഷാത്കാരം നടന്നതിനുള്ള അവസ്ഥയാണ്. ശ്വാസം കുറേ കാലം അവിടെ കിടക്കും. ഈ ശ്വാസം എല്ലാം എടുത്തുകൊണ്ടേയിരിക്കും. ശരീരത്തിലെ ചില കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആത്മാവ് പോയി കഴിഞ്ഞ് അത് മരിക്കുന്ന സമയം വരെ അങ്ങനെ കിടക്കും. ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ദിവസം വരെ അതങ്ങനെ വലിച്ചു കിടക്കും. പക്ഷേ ശരീരത്തിലൊന്നും ഉണ്ടാവില്ല. തിന്നലും കുടിക്കലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുമാതിരി പൊട്ടത്തേങ്ങ മാതിരിയായിരിക്കും ഉണ്ടാവുക ശരീരം. കുറേ കാലം ഇങ്ങനെ ചെയ്താലല്ലേ സന്യാസിയായിട്ട് പോകുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത്. പൊട്ടത്തേങ്ങ മാതിരി ഇരിക്കും അവസാനം ശരീരം. അത് പിന്നെ അവിടെ കിടന്നിട്ട് പൊടിയായിട്ട് അങ്ങ് പോകും. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷേ ആത്മാവെന്തായി? നിർഗുണം. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ചുക്കുമില്ല. ആ അവസ്ഥയിൽ ബ്രഹ്മത്തെ പോലെ. ബ്രഹ്മം എന്താണെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ രൂപം എന്താണ്, ഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവനങ്ങ് മാറും.